നമ്മളിന്നിവിടെ വയ്ക്കാൻ പോകുന്നത് കതിരോൻ എന്ന് പറയുന്ന മീനാണ്. അത് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അരമുറിയിൽ താഴെ തേങ്ങയും ഒരു 3-4 ചെറിയുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കരിവേപ്പില, പച്ചമുളക്, കുറച്ച് കാന്താരിമുളക് ഓപ്ഷനിലാണ് കേട്ടോ. ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിലേക്ക് അത് നമുക്കുണ്ടാക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു 2-2.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം പറയാൻ ഞാൻ വിട്ടുപോയി, ക്ഷമിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അതിലേക്ക് ഞാൻ കൊച്ചുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കരിവേപ്പിലയും കാന്താരിമുളകും കൂടി ഇട്ട് കൊടുക്കും. കാന്താരിമുളകും ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എനിക്കതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാനത് ഇട്ടത്. എൻ്റെ വീട്ടിലുണ്ടായതാണത്. അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അതൊന്ന് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഉള്ളിയൊക്കെ ഒന്ന് വേഗം വഴന്ന് വരും. അപ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് ഒന്ന് ചെറുതായിട്ട് വഴന്നാൽ മതി, ഒത്തിരി അങ്ങോട്ട് മൂക്കണ്ട. പച്ച മണം ഒന്ന് മാറി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കതിനകത്തേക്ക് അരപ്പുകളെല്ലാം ചേർക്കാം. ഞാൻ ഇവിടെ വെളുത്തുള്ളി ചേർക്കാറില്ല എൻ്റെ മീൻകറിക്കകത്ത്. ഉലുവയോ കടുകോ ഞാൻ ചേർക്കാറില്ല. കുടംപുളി ഇട്ടാണ് വയ്ക്കുന്നത്. പിഴുപുളി ഒഴിച്ചിട്ട് അല്ലെങ്കിൽ വാളംപുളി ഒഴിച്ചിട്ടോ അല്ല. വാളംപുളി ഒഴിച്ചിട്ട് നല്ല നെയ്യുള്ള ചാള വെക്കുന്നത് നല്ലതാണ് കേട്ടോ. മത്തി അതിനകത്തേക്ക് ഞാൻ മഞ്ഞളിട്ട് കൊടുത്തു. ഇനി കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. കാശ്മീരി മുളക് പൊടി അത് ഒരു 2.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കാശ്മീരി മുളക് പൊടിയും മഞ്ഞളും കൂടി അതിനകത്തൊന്ന് ചെറുതായിട്ട് പച്ചമണം മാറുമ്പോൾ മാറി വരണ വരെ ഒന്ന് ചെറുതായിട്ട് പച്ചമണം മാറിയാൽ മതി. അങ്ങ് കരിഞ്ഞ് മൂത്തൊന്നും പോകണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ആ അരമുറി തേങ്ങയുടെ പകുതി തേങ്ങ ഞാൻ എടുത്തിരുന്നത്, ആ തേങ്ങ അരച്ച അരപ്പും കൂടി അതിലേക്ക് വെള്ളമില്ലാതെ നമ്മൾ അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളത്തിൽ ആണ് അത് ഇട്ട് കൊടുത്തു. അതും കൂടി ഒന്ന് ചേർന്ന് വഴന്ന് വരുമ്പോൾ മെല്ലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു മീൻകറിക്ക് നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചിലർക്ക് വെള്ളം കുറച്ച് മതിയായിരിക്കും, ചിലർക്ക് വെള്ളം കുറച്ച് ചാറ് വേണമായിരിക്കും, ചിലർക്ക് കുറച്ച് ചാറ് കുറുകിയതായിരിക്കും. അത് അവനവൻ്റെ ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ആ അരപ്പൊന്ന് തിളയ്ക്കണം. ആ അരപ്പൊന്ന് തിളച്ചിട്ട് വേണം നമുക്ക് അതിനകത്തേക്ക് മീൻ പെറുക്കിയിടാനായിട്ട്. പിന്നെ എൻ്റെ വീഡിയോയിലൊക്കെ ഒരുപാട് ലാഗായി പോകുന്നുണ്ട്. വീഡിയോയും ഞാൻ കുക്ക് ചെയ്യുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. എൻ്റെ ഫേസ് കാണിച്ചെടുക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് സ്റ്റിക്കില്ല. ഞാൻ തന്നെത്താനെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതിൻ്റേതായ അപാകതകളുണ്ട്. ഇപ്പോൾ ഞാൻ അതിനകത്തേക്ക് മീനെല്ലാം പെറുക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് ആ മീനൊന്ന് താത്തി കൊടുക്കണം. ആ വെള്ളത്തിനകത്തേക്ക് ആ ചാറിലേക്ക് ആ മീനെല്ലാം ഒന്ന് താത്തി കൊടുക്കണം. എന്നിട്ട് അതിനെ ഒന്ന് മെല്ലെ അടച്ചു വെച്ചിട്ട് തിളച്ച് ഒന്ന് കുറുകാൻ വയ്ക്കണം. തിളച്ചൊന്ന് എണ്ണ തെളിയണത് വരെ ഒന്ന് കുറുകിയെടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്ന് ചിറ്റിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അത് ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല. ഇപ്പോൾ ചാറൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട്. ഒരുവിധം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ആവശ്യമായ ചാറ് കുറുകി കഴിയുമ്പോൾ നമുക്കത് വാങ്ങി വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു 2 ചുള വെളുത്തുള്ളി ചുവന്നുള്ളി കരിവേപ്പിലയും കൂടി കുറച്ച് വെളിച്ചെണ്ണ മതി. കാരണം നമ്മൾ അതിനകത്ത് 2-2.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചത്. ഒരുപാട് എണ്ണയായാൽ കൊള്ളില്ല. കണ്ടോ, എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് അപ്പോൾ നമുക്കൊരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇവിടെ കറി വയ്ക്കുന്നത്. ഷാർജയിലായിരുന്നപ്പോൾ വെളിച്ചെണ്ണയിലായിരുന്നില്ല. അവിടെ സൺഫ്ലവർ ഓയിലാണ് അവർക്കൊക്കെ ഇഷ്ടം. ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ, 1 സ്പൂൺ ഉള്ളൂ. ആ ഉള്ളി നല്ലോണം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഈ കൂട്ടാത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഒരിച്ചിരി നേരം നല്ലോണം അടയ്ക്കരുത്, ഹാഫായിട്ട് അടച്ചു വയ്ക്കണം. എന്ന് വെച്ചാൽ അതിൻ്റെ ആവി വെള്ളം അതിനകത്ത് വീഴാത്ത വിധത്തിൽ ഒന്ന് ചിറ്റിച്ചിട്ട് അടച്ചു വയ്ക്കണം. എന്നിട്ട് നമുക്കത് ചോറിൻ്റെ കൂട്ടത്തിൽ കൂട്ടി കഴിക്കാനും ചപ്പാത്തിയുടെ കൂട്ടത്തിൽ കൂട്ടി കഴിക്കാനോ ഒക്കെ നല്ലതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ മീൻകറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം.